ഷുഗറിനും ബി പിക്കും ശരിക്കും പറയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് ഷുഗറിനും ബി പിയും പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാലും ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ടും വരാം. അതായത് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിലും മക്കൾക്ക് വരാനുള്ള സാധ്യത ഷുഗറിന് പ്രത്യേകിച്ചും കൂടുതലുണ്ട്, ഡയബറ്റീസിനും ഉണ്ട്. അങ്ങനെ വരുന്നത് യൂഷ്വലി ചെറുപ്രായത്തിലേ തുടങ്ങും. 10-30 വയസ്സാകുമ്പോഴേ തുടങ്ങുന്നവർക്കാണ് ഫെമിലിയലായിട്ട് കുടുംബപരമായിട്ട് വരുന്നവർക്ക് വരുന്നത് നേരത്തെ തുടങ്ങും. അല്ലാതെ തന്നെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 40 വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ട് വരുന്നതാണ്. അപ്പം നമ്മൾ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്, ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ മുതൽ ആഹാരത്തിലൊരു ക്രമീകരണം നേരത്തെ അങ്ങ് തുടങ്ങണം. അമിതമായിട്ടുള്ള സ്റ്റാർച്ച്, അതായത് ധാന്യാഹാരത്തിൻ്റെ അളവ് കുറച്ചൊക്കെ കുറയ്ക്കുക, ഒഴിവാക്കണമെന്നല്ല പറഞ്ഞാൽ കുറയ്ക്കുക. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. പിന്നെ പച്ചക്കറികളിലൊക്കെ ഷുഗറുണ്ട്, പക്ഷെ അത് ശരീരം കുറേ അധികം ജോലി ചെയ്താലേ അതിനെ ഷുഗറാക്കി മാറ്റാൻ പറ്റും. അപ്പം നമ്മുടെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെയൊക്കെ അതെടുക്കും ജോലി ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ മറ്റ് സ്റ്റാർച്ച് അല്ലാത്ത ഫുഡിൽ നിന്ന് ഷുഗർ ശരീരത്തിന് കിട്ടണമെങ്കിൽ കുറേ ലേറ്റ് ആവും, ബോഡി ഒരുപാട് വർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഘനം കുറയാൻ, ഭാരം കുറയാനും അത് സഹായിക്കും. ഷുഗർ നമുക്ക് ആവശ്യമുള്ള അളവിൽ ശരീരത്തിലുണ്ടായി വരുള്ളൂ. അപ്പോൾ നമ്മളൊരു 30 വയസ്സൊക്കെ മുതലേ ഈ ക്രമീകരണം അങ്ങ് തുടങ്ങിയാൽ കുടുംബപരമായി ഷുഗർ ഉള്ളവർക്കും ഷുഗർ വരുന്നതിൻ്റെ പ്രായം കുറച്ചുകൂടെ നീട്ടാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ലേറ്റായിട്ട് ഷുഗർ വരുന്നോ കോംപ്ലിക്കേഷൻസ് പിന്നും ലേറ്റായി കിട്ടും. അപ്പോൾ ഷുഗർ വരുന്നവർക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാലും കൺട്രോൾ ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് 10 വർഷത്തിനകം കോംപ്ലിക്കേഷൻസ് വരും. നല്ല കൺട്രോളിൽ പോകുന്നവർക്ക് 10-20 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ ഉള്ളവരും പ്രഷർ ഉള്ളവരും ശ്രദ്ധിക്കേണ്ടത് നിയന്ത്രണത്തിൽ നിർത്തുക. ആഹാര ക്രമീകരണത്തിലൂടെയും മരുന്നിലൂടെയും ഷുഗറിനെ 200-ന് താഴെ നിർത്തുക. 200-ന് താഴെ നിർത്തിയാൽ മതി. ഷുഗർ ഉള്ള ഡയബറ്റിക് ആയിട്ടുള്ളവർ 200-ന് താഴെ നിർത്തുക. അതിനൊരു കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാൻ നോക്കിയാൽ ഇച്ചിരി നടക്കാൻ പോവുക. ആഹാരം ഞാൻ പറഞ്ഞ മധുര പലഹാരങ്ങൾ, മധുരം, പഞ്ചസാര ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ പഞ്ചസാര ഡയറക്റ്റ് തന്നെ പഞ്ചസാര തന്നെ ഉടൻ തന്നെ അങ്ങ് ഗ്ലൂക്കോസ് ആവും. ഫുഡിൽ നിന്ന് സ്റ്റാർച്ച് ഫുഡ് ആകുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും അത് ദഹിച്ച് ഡൈജസ്റ്റ് ചെയ്താൽ അല്പം കൂടെ. സ്റ്റാർച്ച് കഴിഞ്ഞ് പ്രോട്ടീൻ അങ്ങനെയുള്ളത് ഇന്ന് എല്ലാത്തിൻ്റെ എൻ പ്രോഡക്റ്റ് അവസാനം ഷുഗർ ഉണ്ടാവും. എല്ലാം എന്ത് കഴിച്ചാലും ഫൈനലി നമ്മുടെ ഷുഗർ കുറവാണെങ്കിൽ അത് ബോഡി ഉണ്ടാക്കിക്കൊള്ളും ഷുഗറിനെ. അപ്പോൾ അങ്ങനത്തെ ആഹാരം നമ്മൾ കഴിക്കുമ്പം കുറച്ച് ലേറ്റ് ആവും ബോഡിക്ക് ആ ഷുഗർ കിട്ടി പതുക്കെ വന്ന്. അതുപോലെ തന്നെ അപ്പോൾ അതിനനുസരിച്ച് ബോഡി മെറ്റബോളിക് ജോലി ചെയ്യണം, ദഹനത്തിനുള്ള പ്രക്രിയകൾ കൂടുതൽ ചെയ്യണം ഇതിനെ വലിച്ചിട്ട്. അപ്പം ജോലി ചെയ്യുക എന്ന് പറയുമ്പം ശരീരം പിന്നും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും എല്ലാം ഈ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ എനർജി കുറേ അധികം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയാനും മറ്റുമൊക്കെ ഉപയോഗപ്പെടും. ആഹാരം ക്രമീകരിക്കുക, എക്സസൈസ് ചെയ്യുക. രാവിലെയും വൈകിട്ടും നടക്കാൻ പോകും. ഒരുപാട് നമ്മളെ മുട്ടിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പ്രായമുള്ളവർക്ക് ചാടി ഓടിയുള്ള എക്സസൈസൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നടക്കാൻ പോയാൽ കൃത്യമായിട്ട് കുറച്ച് ദിവസം അങ്ങ് നടക്കാൻ പോവുക, അതിനെ തന്നെ തുടർന്ന്. അപ്പോൾ ആദ്യം കുറച്ച് നടക്കുക, അടുത്ത ദിവസം ഇച്ചിരിയുടെ സ്പീഡും ഡിസ്റ്റൻസും കൂട്ടുക. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മളെ നിയന്ത്രിക്കുക. അതിനാണ് ഈ മെഡിറ്റേഷനൊക്കെ പള്ളിയിൽ നിന്നും ആരാധനാലയിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത്, നമ്മളെ ആത്മനിയന്ത്രണം. അപ്പോൾ ഫുഡിനോടും ജീവിതശൈലിയോടും നമ്മളൊരു നിയന്ത്രണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നമ്മളെ കോംപ്ലിക്കേഷൻസ്, ഷുഗർ ഉള്ളവർക്ക് കോംപ്ലിക്കേഷൻസ് വരാതെ നീട്ടിക്കൊണ്ടുപോകാം, ഷുഗർ ഇല്ലാത്തവർക്ക് ഷുഗർ വരാതിരിക്കാൻ നീട്ടിക്കൊണ്ടുപോകാം. പ്രഷറും അതെ, ഉപ്പ് ഉള്ള ഭക്ഷണം മിതമാക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സോഡിയം ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മൾ ഓരോ കോശത്തിൻ്റെയും കൃത്യമായ നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ് സോഡിയം ഒക്കെ. അപ്പോൾ ഇതൊന്നും ശരീരത്തിൽ കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ചില ആശുപത്രിയിലൊക്കെ പോയി ചിലർ ഓർമ്മപ്പെശക് പോലെയും സാധാരണ അല്ലാത്ത സ്വഭാവമായിട്ടൊക്കെ പ്രകടമാക്കിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ സോഡിയം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമാണ്, ഒഴിവാക്കരുത് പൂർണ്ണമായിട്ട്. പക്ഷേ അച്ചാറ്, പപ്പടം, പിന്നെ ഉപ്പ് അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ഒഴിവാക്കുക. നമ്മളെ ഭക്ഷണത്തിൽ കറിക്കൊക്കെ നമ്മുടെ ടേസ്റ്റിന് മാത്രമുള്ള ഉപ്പ് ചേർക്കുക, അമിത ഉപ്പ് ചേർക്കാതിരിക്കുക. സാധാരണ ഭക്ഷണത്തിന് ഉപ്പ് മാത്രം ഉപയോഗിക്കുക. അമിതമായി ഉപ്പൊക്കെ ഇട്ട് നാരങ്ങ കുടിക്കുക, അങ്ങനെയുള്ള ഉപ്പിട്ടുള്ളത് ഉപ്പിലിട്ടത് കഴിക്കുക. ഉപ്പ് ചേർത്ത് വെറുതെ അച്ചാർ, മാങ്ങ ഉപ്പ് മുക്കി തിന്നുന്നവർ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയെടുക്കുക. അതുപോലെ എണ്ണ പലഹാരങ്ങൾ, എണ്ണയിലിട്ട് കോരി അതിൽ തന്നെ എണ്ണ നിലനിൽക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. നമുക്ക് ഒതുക്കി ആഴ്ചയിലൊരു ദിവസമോ വല്ലതും കഴിക്കുന്നതിന് കുഴപ്പമില്ല. അത് സ്ഥിരം എന്നും വീട്ടിൽ 4 മണിയാകുമ്പോൾ എണ്ണ പലഹാരം ഇല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ അതങ്ങ് വേണ്ടെന്ന് വെക്കണം. വല്ലപ്പോഴും കൊതിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ദിവസം തോന്നുമ്പോൾ ഒരു ദിവസം വാങ്ങിച്ചോ ഒക്കെ കഴിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യങ്ങളെ, ഇഷ്ടങ്ങളെ ഒരുപാട് ഹനിക്കണമെന്നില്ല. പക്ഷേ ആ ഇഷ്ടങ്ങൾ ഹനിക്കുമ്പം അല്ലെങ്കിൽ ആ ഇഷ്ടങ്ങൾ നമ്മൾ എല്ലാ ഇഷ്ടവും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ള ചിന്ത കൂടെ നമുക്ക് വേണം. അതേ ഉള്ളൂ പ്രഷറും പഞ്ചസാരക്കാരും ശ്രദ്ധിക്കാനുള്ള. പിന്നെ എന്നും നമ്മുടെ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാലിനെ ഒന്നുകിലും നമ്മൾ നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പർശനശേഷി നമുക്ക് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ ടാറിട്ട റോഡിൽ ചെരുപ്പില്ലാതെ നടന്നിട്ട് പൊള്ളുന്നത് അറിയത്തില്ല.
വീട്ടിൽ വന്ന് അസുഖമോ പഴുപ്പൊക്കെ വരും. അതുപോലെ തന്നെ മുള്ള് കയറി കുത്തുന്നത് അറിയത്തില്ല വേദന. അപ്പോൾ ഈ സ്പർശനശേഷി കുറയുന്നത് കാരണം എല്ലാ ദിവസവും കാലിനെ നോക്കണം. ഒന്നിൽ നമുക്ക് കണ്ണാടി, വലിയ കണ്ണാടി എടുത്ത് കാലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കാലിനെ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഡെയിലി നോക്കിക്കുക. അതുപോലെ കാലിൻ്റെ ഇടുക്കുകളിൽ ഫംഗസ്, എപ്പോഴും നനഞ്ഞൊക്കെ ഇരുന്ന ഫംഗസ് വന്നിട്ട് അതിൽ കൂടെ പിന്നെ അണുബാധ കയറും. അപ്പോൾ ഇടുക്കുകളിൽ നനവില്ലാതിരിക്കാൻ കയ്യിലായാലും കാലിലായാലും കയ്യിലായാലും നനവില്ലാതെ വെച്ചേക്കുക. എല്ലാ ദിവസവും നോക്കി അത് തുടച്ച് ക്ലിയർ. കാലിനെ കുറിച്ച് നമ്മളെ കാലിൻ്റെ സൗന്ദര്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ അസുഖം വരാതിരിക്കാനും ആവശ്യമാണ്. ഉരച്ച് കഴുകി കല്ലിപ്പൊക്കെ ഉള്ള ഭാഗങ്ങൾ ഉരച്ച് കഴുകി വൃത്തിയായിട്ട് ക്രീമൊക്കെ ഇട്ട് സൂക്ഷിക്കുക. കാല് സൂക്ഷിക്കണം, കാലിനെ ഡെയിലി നോക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നോക്കിക്കണം. അതുപോലെ ചെറിയ പൊള്ളലോ ചുമപ്പ് നിറമോ ഒക്കെ വരുമ്പോൾ തന്നെ ചികിത്സയ്ക്ക് പോകണം. കാരണം പുറമേ കാണുന്നത് നേരത്തെ പറഞ്ഞ സെൻസറി ന്യൂറോപ്പതി എന്ന് പറയും, സ്പർശനശേഷി നഷ്ടപ്പെടുന്ന നെർവിൻ്റെ എഫക്റ്റ്. പിന്നെ മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറയും, മസിലുകൾക്ക് പ്രവർത്തിക്കാൻ കൊടുക്കുന്ന നെർവുകൾക്കും ക്ഷയം ഉണ്ടാകാം. അങ്ങനെ ക്ഷയം ഉണ്ടാകുമ്പോൾ മസിലുകളിൽ നമ്മുടെ ഈ പ്രവർത്തനം നെർവ് സ്റ്റിമുലസ് കൊടുത്ത് മസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസിലുകൾക്കുള്ള നെർവ് കേടാകുമ്പോൾ നമ്മളെ ഈ ജോയിൻ്റ് ഇങ്ങനെ ഇതേ സ്ഥലത്തിരിക്കുന്നത് ഈ മസിൽ ഇങ്ങനെ കറക്റ്റ് ഇവിടെ വന്ന് ഇവിടെ പിടിച്ചിരിക്കുന്നതാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അങ്ങ് റിലാക്സ്ഡ് ആകും. നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചു കെട്ടിയിരിക്കുന്നത് അയഞ്ഞു പോകുന്നത് പോലെ അയയും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ജോയിൻറ്റ് ഇതിൻ്റെ സ്ഥലത്ത് നിന്ന്, ഇതിപ്പോൾ കപ്പ് ആൻഡ് സോസർ പോലെ ഒക്കെയാണ് പല ജോയിനും ഓരോ രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് വിട്ടിങ്ങനെ മാറും. നല്ല കാലിലേക്കുള്ളത് അങ്ങനെ വിട്ട് മാറുമ്പം ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് എല്ലുകളിരുന്ന് നമ്മൾ നടക്കുമ്പം കാലും പേശികളും നമ്മളെ കോശങ്ങളും നമ്മുടെ ടിഷ്യൂ എന്ന് പറയും അവിടുത്തെ ഇതുമായിട്ട് ഉരയും. ഈ ഉരഞ്ഞിട്ട് അകത്താണ് ആദ്യം കേടുണ്ടാവുക. മോട്ടോർ ന്യൂറോപ്പതിക്കാർക്ക് അകത്താണ് ആദ്യം കേടുണ്ടാവുന്നത്. എന്നിട്ട് പുറത്തൊരു ചെറിയ പൊള്ളൽ പോലെ മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ. അപ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പം ഈ പൊള്ളലിനെ വെട്ടുമ്പോൾ അകത്ത് നല്ല കേടായിരിക്കും. അതിനെയാണ് അവർ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ആൾക്കാരെന്താ പറയും, ഇത്ര പൊള്ളലായിട്ട് പോയി ഡോക്ടർമാർ അവർക്ക് ഡെയിലി പോയി ഡ്രസ്സിങ്ങിനും കാശിനും വേണ്ടി എന്നെ വെട്ടി തുറന്ന് ഗുഹയാക്കി തന്നെന്ന് പറയും. സംഭവം തിരിച്ചാണ്. അകത്ത് കേട് വന്നിട്ടാണ് പുറത്ത് ചെറിയ പൊള്ളലായി നമ്മൾ വെളിയിൽ കാണുന്നത്. ആ പൊള്ളലിൻ്റെ തൊലിയെ മാറ്റുമ്പോഴാണ് അകത്തെ കേട് ഡോക്ടർമാർ കാണുന്നത്. കേട് എത്രത്തോളം ഇരിക്കുന്നു അത് പിന്നും പിന്നും അണുബാധയായി മാറും. അപ്പം അതുകൊണ്ട് കേട് എവിടെ കാണുന്നോ അതിനെ വെട്ടിയെടുത്ത് അതിനുള്ള ആൻറ്റിബയോട്ടിക്സും കൊടുത്ത് ഈ കേടായ ഭാഗം ശരീരത്തിരിക്കുമ്പോൾ ശരീരത്തിന് വിരുദ്ധമാണത്. നശിച്ചു പോയ വസ്തുക്കളിനെ ഫോറിൻ ബോഡി എന്ന് പറയും ശരീരം. നമ്മളെ വെളിയിൽ നിന്നൊരു മുള്ള് കയറുന്നതും ഫോറിൻ ബോഡി. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ശരീരം കേടായി കഴിഞ്ഞാൽ അത് ബോഡിക്ക് ഫോറിനാണ്. ബോഡിക്ക് പിന്നെ അത് വേണ്ട, അതിനെ കളയണം. അതിന് വേണ്ടി അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അപ്പോൾ അത് പിന്നും കേടുപാടായി മാറും, പഴുപ്പായി മാറും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അപ്പോൾ രണ്ട് തരത്തിൽ ന്യൂറോപ്പതി ഉണ്ട്. സെൻസറി ന്യൂറോപ്പതി, പുറമേ നമുക്ക് മുറിവ് വന്നിട്ട് നമ്മളെ സ്പർശനശേഷി കുറവായതുകൊണ്ട് പുറമേന്ന് മുറിവ് വന്നിട്ട് അത് അകത്തോട്ട് പോയി കേടാക്കുന്നത്. അത് നമ്മൾ തന്നെ ചിലപ്പോൾ അറിയും, അയ്യോ ഇങ്ങനൊരു മുറിവ് വന്ന് അവിടെ കൂടെയാണ് എനിക്ക് വലുതായതെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ മറ്റത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ വെളിയിൽ ചെറിയ പൊള്ളലും അകത്ത് വലിയ കേടും ഇരിക്കുമ്പോൾ വിചാരിക്കുന്നത് ഡോക്ടർമാർ തന്നെ ചുമ്മാ വെട്ടി വലുതാക്കിയെന്നാണ്. ഇതാണ് കാരണം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് പുണ്ണ് വരാനും ഒക്കെ. അപ്പോൾ ചുവപ്പ് നിറമോ എന്തെങ്കിലും കണ്ടാൽ നേരത്തെ തന്നെ പിന്നെ സെല്ലുലൈറ്റിസ് എന്ന് പറയും. ഈ മുറിവൊന്നുമില്ല, പക്ഷേ അകത്ത് കയറി കേടുകൾ ഒരുപാട് വന്നിട്ട് കാല് മുഴുവൻ ചുമന്ന് നീരടിച്ച് വീർക്കും. അപ്പോഴും അകത്ത് കേട് ചിലപ്പോൾ ഒരുപാടായിരിക്കും. നമ്മൾ തുറന്ന് ഇങ്ങനെ പ്രഷർ അടിച്ച് ഇങ്ങനെ വണ്ണം വെച്ച് കനത്തിലിരിക്കുമ്പം ഈ നമ്മളെ കാലിലെ പേശികളെല്ലാം നമ്മളിങ്ങനെ ഒരു തുണിയെടുത്ത് കെട്ടി കുറേ സാധനം വെച്ചിരിക്കുന്നില്ലേ, അതുപോലെ മുറുക്കിയാണ് പേശികളെ വെച്ചിരിക്കുന്നത്. കമ്പാർട്ട്മെൻ്റ് എന്ന് പറയും. നമ്മൾ റൂമുകളെ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കും പോലെ പേശികൾക്ക് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, തിരിച്ച് വെച്ചിട്ടുണ്ട്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ്, മീഡിയൽ കമ്പാർട്ട്മെൻറ്റ്, പോസ്റ്റീരിയർ എന്ന് പറയും. അത് വളരെ ടൈറ്റായിട്ടുള്ള ഒരു നാടയുണ്ട്, അത് വെച്ചിങ്ങനെ ടൈറ്റാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് നീര് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ മസിലങ്ങ് താനേ അകത്തിരുന്ന് കേടാം. പ്രഷർ കൊണ്ട് അതിനകത്തിരിക്കുന്ന രക്തക്കുഴലൊക്കെ കേടായിട്ട് ഇതൊക്കെ കേടാം. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെ നീരടിക്കുന്ന ഒരു സമയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ വലിയ നീരായി കഴിയുമ്പം പ്രഷർ എഫക്റ്റ് കാരണം അകത്തെ പേശികളൊക്കെ ഒരുപാടങ്ങ് കേടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കീറി തുറന്നു കൊടുത്ത് അതിലുള്ള നീരും വെള്ളമൊക്കെ വെളിയിൽ വിട്ടാൽ ചിലപ്പം ഈ പേശികൾ കേടാവാതെ പോകും. ചിലപ്പോൾ പേശികളും കേടായിട്ടായിരിക്കും എത്ര. അപ്പോഴാണ് തുറന്നിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഒരുപാട് കട്ട് ചെയ്യേണ്ടി വരും.